എക്സാം ദിവസങ്ങളിൽ പഠിക്കാനിരിക്കുമ്പം ഇങ്ങനത്തെ ചിന്തകൾ മനസ്സിൽ വരാറുണ്ടോ? അതായത് ഞാൻ തോറ്റുപോകും, അല്ലെ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ടാവുമോ? അപ്പോൾ ഇങ്ങനത്തെ ചിന്തകളൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി പഠിക്കുമ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു ടെക്നീക്ക് പറഞ്ഞുതരും. ടെക്നീക്കിൻ്റെ പേരാണ് CBT. ഇത് ഉപയോഗിച്ചിട്ട് ആക്ച്വലി നിങ്ങളുടെ ആ ഒരു പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്ട്രെസ്സ് നിങ്ങൾക്ക് കുറയ്ക്കാനും പറ്റും, പേടിയും കുറയ്ക്കാൻ പറ്റും. അതേസമയം പഠനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ടെക്നിക്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം. എന്താണ് സംഭവിക്കുക? ബേസിക്കലി പരീക്ഷയുടെ സമയത്ത് ഈ സ്ട്രെസ്സ് വരും അല്ലേ? ഈ സ്ട്രെസ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര നോർമലാണ്. നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യേണ്ടപ്പോൾ ഒക്കെ നമുക്ക് സ്ട്രെസ് വരാറുണ്ട്. പക്ഷെ മിക്ക സമയവും പ്രശ്നം വരുന്നത് ഈ സ്ട്രെസ്സ് ഒരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സിലേക്ക് ലീഡ് ചെയ്യും. അത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നും, അയ്യോ എനിക്ക് മാർക്ക് കിട്ടിയില്ലെങ്കിൽ, ഞാൻ തോറ്റു കഴിഞ്ഞാൽ എൻ്റെ പേരൻസിന് ഭയങ്കര സങ്കടമാവുമല്ലോ, അല്ലെ പേരൻസിനെ എനിക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു പ്രശ്നങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവും, മാത്സ് ഒന്നും എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെ ഫിസിക്സിൽ ഇതൊന്നും ന്യൂമറിക്കൽസ് ഒന്നും വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ തോക്കും. ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് തോട്ട് പാറ്റേൺസ് ആയിരിക്കും മിക്ക സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. കാരണം സ്ട്രെസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ നിങ്ങൾ ആ സ്ട്രെസ്സ് കാരണം പഠിക്കാനാണ് നോക്കുക, അതിൻ്റെ സൊല്യൂഷൻ സീക്കാനാണ് നോക്കുക. എന്നാൽ ഈ നെഗറ്റീവ് തോട്ട്സ് വരുന്നതുകൊണ്ടുള്ള പ്രശ്നം നിങ്ങൾ പഠിക്കാതിരിക്കാനുള്ള ചാൻസാണ് കൂടുതലുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നമാണ് സോൾവ് ചെയ്യേണ്ടത്. ഇതിന് നമ്മൾ CBT എന്ന് പറയുന്ന ടെക്നിക്കാണ് ഉപയോഗിക്കുക, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി. അപ്പോൾ എന്താണ് ഈ CBT എന്ന് പറഞ്ഞാൽ? CBT പറ്റിയുള്ള തിയറി ക്ലാസ് കൊടുക്കാനൊന്നല്ല ഞാൻ വന്നത്. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ CBTയുടെ ബേസിക് ഐഡിയ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോഗ്നിറ്റീവ് തോട്ട്സ്, നമ്മുടെ ചിന്തകൾ നമ്മുടെ ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, എനിക്കിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ അത്ര ഫിസിക്സ് പഠിച്ചിട്ടും കാര്യമില്ല, എനിക്ക് മനസ്സിലാവില്ല, ഞാനിത് ഭയങ്കര മോശമാണെന്ന് എനിക്ക് തോന്നിക്കൊണ്ടിരുന്നാൽ, എൻ്റെ തോട്ട്സ് അങ്ങനെയാണെങ്കിൽ എൻ്റെ ബിഹേവിയർ എങ്ങനെ ആയിരിക്കും? ഞാൻ ഫിസിക്സ് പഠിക്കില്ല, ഇതിനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്, കാരണം എന്തായാലും ഞാൻ തോക്കാൻ പോകണം, അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടില്ല എന്ന്. നേരെ തിരിച്ചും കറക്റ്റാണ്. അതായത് എൻ്റെ ബിഹേവിയറും എൻ്റെ തോട്ട്സിനെ എഫക്റ്റ് ചെയ്യും. അതായത് ഞാൻ പരീക്ഷയുടെ തലേന്നുള്ള ദിവസങ്ങളിലും ഇങ്ങനെ ഒന്നും പഠിക്കാണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഒരു മോട്ടിവേഷൻ വരുമ്പോൾ ഞാൻ പഠിക്കാം, അതുവരെ ഇങ്ങനെ ഇരിക്കാം എന്നുള്ള വിചാരിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ലേസി ആയിട്ടുള്ള ചിന്തകളായിരിക്കും നിങ്ങൾക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ബിഹേവിയറും നിങ്ങളുടെ സബ്സിക്വൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ മനസ്സിൽ വരുന്ന തോട്ട്സിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു സൈക്കിളാണ്. നിങ്ങളുടെ തോട്ട്സ് ബിഹേവിയറിനെ തോട്ട്സിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെയാണ് CBT വരുന്നത്. CBT ഇതാണ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ ആ ഒരു നെഗറ്റീവ് തോട്ട് പാറ്റേൺസിനെ മനസ്സിലാക്കി, കാരണം അത് നമുക്ക് മനസ്സിലാക്കണം. പലപ്പോഴും നമുക്ക് അത് മനസ്സിലാക്കാറില്ല, നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാറാണ്, നമ്മൾ ചിന്തിക്കുന്ന പോലും നമുക്കറിയില്ല. അത് മനസ്സിലാക്കി അതെന്താണ് അവിടെ പ്രശ്നകരമായുള്ള കാര്യം എന്ന് അത് റിയലൈസ് ചെയ്ത് അതിനെ ഫിക്സ് ചെയ്ത് കുറച്ചും കൂടി ഹെൽത്തിയർ ആയിട്ടുള്ള തോട്ട്സ് വെച്ച് റിപ്ലേസ് ചെയ്യുകയും അങ്ങനെ റിപ്ലേസ് ചെയ്ത് നമ്മുടെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് CBT പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ആക്ച്വൽ പഠന സിനാരിയോയിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഈ CBT അപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ മൊത്തത്തിലുള്ള പഠനത്തിൻ്റെ പരിപാടിയും ഈ സ്ട്രെസ്സും എങ്ങനെ കുറയ്ക്കാം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് തോട്ട്സ് റീഫ്രെയിമിംഗ് ആണ്. അതായത് നമ്മുടെ ചിന്തകളെ നമുക്ക് എങ്ങനെ റീഫ്രെയിം ചെയ്ത് നമ്മുടെ ബിഹേവിയർ മാറ്റാമെന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ പഠിക്കാതിരിക്കുകയാണ്, പരീക്ഷയ്ക്ക് 2 ദിവസമേ ബാക്കിയുള്ളൂ. നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ വരുന്നുണ്ടാവും, ഞാൻ സിലബസ് തീർത്തിട്ടില്ല, എനിക്ക് മിക്കവാറും സിലബസ് തീർക്കാൻ പറ്റുണ്ടാവില്ല, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല, ഞാൻ തോറ്റുപോകും. ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ ചിന്ത ആക്ച്വലി 100% ട്രൂ ആണോ? അത് ആക്ച്വൽ റിയാലിറ്റീനെ റിഫ്ലക്റ്റ് ചെയ്യുന്നൊരു ചിന്തയാണോ? അതായത് നിങ്ങൾ സിലബസ് തീർത്തില്ല, സിലബസ് തീർക്കാൻ സമയം ഉണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ തോറ്റു. ഇതല്ലല്ലോ റിയാലിറ്റി കുറച്ചും കൂടി ന്യൂആൻസ്ഡ് ആണ്, കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. എന്തായിരിക്കും ശരിക്കത്തെ റിയാലിറ്റി? നിങ്ങൾ ഫുൾ സിലബസ് പഠിച്ചിട്ടുണ്ടാവില്ല, ഒരു പക്ഷേ നിങ്ങൾക്ക് ഫുൾ സിലബസ് പഠിക്കാനുള്ള സമയം ഉണ്ടാവില്ല. എങ്കിൽ പോലും നിങ്ങൾ പറ്റുന്ന അത്രയും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും തോക്കുന്നുണ്ടാവില്ല. മാത്രമല്ല, ഒരു പക്ഷേ നിങ്ങൾക്ക് 80%, 90% മാർക്ക് കിട്ടാനുള്ള ചാൻസ് അപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ആക്ച്വൽ റിയാലിറ്റി. പക്ഷേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്താണ്? നമ്മൾ മറ്റേതിനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും അത് കാരണം നമ്മൾ ചിലപ്പോൾ പഠിക്കാതിരിക്കുകയും നമ്മൾ മൊത്തം ഡീമോട്ടിവേറ്റഡ് ആയിട്ട് അങ്ങനെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു തോട്ട് വെച്ച്, റിയലിസ്റ്റിക് ആയിട്ടുള്ള തോട്ട് വെച്ചിട്ട് ഒന്ന് റീഫ്രെയിം ചെയ്ത് നോക്കുക. അതായത് ഇങ്ങനെയല്ല ഞാൻ ചിന്തിക്കേണ്ടത്, കാരണം അതല്ല റിയാലിറ്റി ഇതാണ്. ഞാൻ ഫുൾ തീർത്തില്ലെങ്കിലും എനിക്ക് തീർക്കാൻ കുറച്ച് സമയമുണ്ട്, ആ സമയം കൊണ്ട് പറ്റുന്നത്ര ഞാൻ പഠിച്ചു തീർത്താൽ എനിക്ക് പറ്റുന്ന ഒരു മാർക്ക്, അല്ല എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം മാർക്ക് എനിക്ക് നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു തോട്ട് വെച്ചിട്ട് ഒന്ന് റീപ്ലേസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ റീഫ്രേസ് ചെയ്ത് നോക്കുക. ഇതുപോലെ വേറെ പല നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഫിസിക്സ് പഠിക്കാതിരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോട്ട് വരും, ഞാൻ ഫിസിക്സിൽ ഭയങ്കര മോശമാണ്, ഫിസിക്സിൽ ന്യൂമറിക്കൽസ് വരുമ്പോൾ എനിക്കതൊന്നും മനസ്സിലാവാറില്ല, ഞാനത് പഠിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഞാൻ പരീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല. ഇങ്ങനെ തോട്ട് വരുമ്പോൾ നിങ്ങൾ ആക്ച്വലി അത് ഇവാലുവേറ്റ് ചെയ്യുക, അതാണോ ശരിക്കത്തെ റിയാലിറ്റി? അതല്ല ശരിക്കത്തെ റിയാലിറ്റി. ഓക്കെ, ഫിസിക്സിലെ ന്യൂമറിക്കൽസ് എനിക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ ഈ ന്യൂമറിക്കൽസ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ചെയ്ത കാര്യമാണ്. അപ്പോൾ പറ്റായികയില്ല, ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ഒന്ന് എഫേർട്ട് എടുത്താൽ എനിക്ക് കുറേയൊക്കെ ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റും. ഭയങ്കര ടഫ് വന്നാൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷേ ഒരു മീഡിയം ലെവലൊക്കെ വന്നാൽ എനിക്ക് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യേണ്ടത്. ഉള്ള സമയം കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ എഫേർട്ട് എടുത്ത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ന്യൂമറിക്കൽസ് ഞാൻ പഠിച്ചെടുക്കുകയാണ്.
ഈ ഒരു തോട്ട് വെച്ചിട്ടാണ് നിങ്ങൾ ശരിക്കും ഇതിനെ റീഫ്രേസ് ചെയ്യേണ്ടത്. മറ്റൊരു തോട്ട് വരാം, എനിക്ക് 90% മാർക്ക് കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ A+ കിട്ടിയില്ലെങ്കിൽ എൻ്റെ പേരൻസ് ഭയങ്കര അപ്സെറ്റ് ആവും. ഇതാണ് ശരിക്കത്തെ റിയാലിറ്റി. ഒരു പക്ഷേ നിങ്ങൾ ഒന്നും കൂടി ചിന്തിച്ചാൽ മനസ്സിലാവും അതായിരിക്കില്ല ശരിക്കത്തെ റിയാലിറ്റി. നിങ്ങൾ അതിനെ റീഫ്രേസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതായത് എൻ്റെ എഫേർട്സ് ആണ് മാറ്റർ ചെയ്യുക. ഞാൻ നന്നായിട്ട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതെൻ്റെ പേരൻസിനും വിശ്വാസമായി കഴിഞ്ഞാൽ എനിക്കത് വിശ്വാസമായി കഴിഞ്ഞാൽ അത്രയല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ പേരൻസ് ആക്ച്വലി ഹാപ്പി ആയിരിക്കും. അല്ലെ അറ്റ്ലീസ്റ്റ് അവർ ഹാപ്പി അല്ലെങ്കിൽ എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും. എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട് അച്ഛാ അമ്മ എന്ന് പറഞ്ഞിട്ട് എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാനെങ്കിലും പറ്റും. അപ്പോൾ അതല്ലേ റിയാലിറ്റി. അപ്പം ആദ്യത്തെ ആ നെഗറ്റീവ് തോട്ടിൻ്റെ പ്രശ്നം മിക്ക സമയത്തും ഇതിൻ്റെ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ നല്ലൊരു ബിഹേവിയറിലേക്ക് ആയിരിക്കില്ല ലീഡ് ചെയ്യുക. ഇങ്ങനെ പേടിച്ച് നിങ്ങൾ ഉള്ളതും കൂടെ പഠിക്കാതിരിക്കുക, അല്ലെങ്കിൽ പറ്റുന്ന കൂടെ നിങ്ങൾ ചെയ്യാതിരിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇതിനെ നിങ്ങൾ കുറച്ചും കൂടി ഹെൽത്തിയർ ആയിട്ടുള്ള തോട്ട്സ് വെച്ച് റിപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു പോസിറ്റീവ് എനർജി കിട്ടും, ഒരു കോൺഫിഡൻസ് കിട്ടും. അതുവഴി നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി പഠിക്കാൻ പറ്റുകയും ചെയ്യും. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആക്റ്റീവ്ലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് തന്നെ മാറാൻ പോകുന്ന കാര്യമല്ല. എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് നാളെ മുതൽ നിങ്ങൾ തന്നെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുന്നില്ല. ഇത് ആക്ച്വലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടുത്ത പ്രാവശ്യം പഠിക്കാനിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വെറുതെ നിൽക്കുന്ന സമയത്ത് ഈ എക്സാം ദിവസങ്ങളിലൊക്കെ ഇങ്ങനത്തെ തോട്ട്സ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ആ തോട്ട്സിൽ 100% ആക്യുറേറ്റുള്ള തോട്ട്സ് ആയിരിക്കില്ല ഉണ്ടാവുക. അതിനെ ഈ കോൺഷ്യസ് ആയിട്ടൊരു എഫേർട്ട് എടുത്തിട്ട് ഒന്ന് റീഫ്രേസ് ചെയ്യാൻ വേണ്ടി നോക്കാം. ആദ്യമൊക്കെ ഇത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഈ തോട്ട്സ് ഒക്കെ നമ്മൾ വരുന്ന പോലെ അറിയില്ല. പക്ഷേ മെല്ലെ അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ റീഫ്രേസ്മെൻറ്റ് ഈ പരിപാടി ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഈസിലി നിങ്ങളുടെ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ തന്നെ അമേസ്ഡ് ആയിരിക്കും നിങ്ങൾ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നതിനുള്ളത്. ഇതിലെ ലാസ്റ്റ് സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയം. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളൊക്കെ ഉണ്ടാവും, ഭയങ്കര ടെൻഷനുള്ള സമയം അല്ലെങ്കിൽ എക്സാമിന് ഒരു പേടിയുള്ള സമയം അല്ലേ. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ പ്രാക്ടിക്കൽ 2-3 ടെക്നീക്സ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക്കാണ്. ഇത് വലിയ രീതിയിൽ വർക്ക് ചെയ്യും. ഇത് ഞാൻ വെറുതെ എൻ്റെ എക്സ്പീരിയൻസ് മാത്രം പറയല്ല, നിങ്ങൾ സയൻറ്റിഫിക്കലി ബാക്ക്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒന്ന് വൃത്തിക്ക് ഇരിക്കുക, എന്നിട്ട് നല്ലോണം ശ്വാസം എന്ന് പറഞ്ഞ ഉള്ളിലേക്ക് വലിക്കുക, മൂക്കിലൂടെ വലിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ഒരു 2-3 സെക്കൻഡ്സിലേക്ക് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് മെല്ലെ റിലീസ് ചെയ്യുമ്പോൾ മൂക്കിലൂടെ റിലീസ് ചെയ്യുക, അതിൻ്റെ വായിലൂടെ മെല്ലെ റിലീസ് ചെയ്യുക. നിങ്ങളതൊരു 3-4 പ്രാവശ്യം ചെയ്തു നോക്കുക. നിങ്ങളുടെ ബോഡി ഓട്ടോമാറ്റിക്കലി കാമായി മാറും. അതേസമയം നിങ്ങളുടെ മൈൻഡും കുറച്ച് കാമായി മാറും. ഓക്കെ, ഇതൊരു സിമ്പിൾ ടെക്നിക്കാണ്. രണ്ടാമത്തെ ടെക്നിക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഭയങ്കര പഠിച്ച് മടുത്തിരിക്കുന്ന അവസ്ഥയിൽ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് എടുത്ത് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ ബോഡി ഒന്ന് നല്ലോണം ടൈറ്റൻ ചെയ്യാം. ഓക്കെ, ബോഡി നല്ലോണം ടൈറ്റൻ ചെയ്തിട്ട് മെല്ലെ റിലാക്സ് ചെയ്യുക. അപ്പോൾ മെല്ലെ റിലാക്സ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ബോഡിയും നിങ്ങളുടെ മൈൻഡും റിലാക്സ്ഡ് ആണ്. ഇതൊക്കെ സയൻറ്റിഫിക്കലി ബാക്ക്ഡ് ആയിട്ടുള്ള കാര്യമാണ്. പറയുമ്പോൾ ചിലപ്പോൾ തമാശ ചെയ്ത് തോന്നും, പക്ഷേ ആക്ച്വലി നിങ്ങൾ ചെയ്ത് നോക്കിയാലുള്ള വ്യത്യാസം വലിയ രീതിയിലുള്ള വ്യത്യാസമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുക. ലാസ്റ്റ് കാര്യം, ഒരു സെൽഫ് ടോക്ക് ഉണ്ടാവും അല്ലേ. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചിന്തകളെ, ഈ നെഗറ്റീവ് തോട്ട്സിനൊക്കെ നിങ്ങൾ റിയലിസ്റ്റിക്കലി അനലൈസ് ചെയ്യുന്ന സമയം തന്നെ നിങ്ങളുടെ മനസ്സിന് തന്നെ നിങ്ങൾ ചെറിയ രീതിയിലുള്ള കോൺഫിഡൻസ് കൊടുക്കുക. അതായത് എന്നെക്കൊണ്ട് പറ്റും, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, പല കാര്യങ്ങൾ പല ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, ഇനി എന്നെക്കൊണ്ട് ഇത് നടക്കും എന്നുള്ള ആ ഒരു സെൽഫ് ടോക്ക് പല സമയങ്ങളിലും പോസിറ്റീവ്ലി സെൽഫ് ടോക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക. കുറച്ചും കൂടി നല്ലത് നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലിയൊക്കെ ആണുള്ളതിൽ, നിങ്ങളുടെ പേരൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സോ ആരെങ്കിലുമൊക്കെ നിങ്ങളെ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട്, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുകയാണ് അവരെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് തരുന്ന ഒന്നാണ്, തീർച്ചയായിട്ടും അവരോടൊക്കെ പോയിട്ട് ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് ഒക്കെ ഡെയിലി നിങ്ങൾ സംസാരിക്കുക. അതൊക്കെ നിങ്ങളെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒന്ന് സമ്മറൈസ് ചെയ്യാം, ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മുടെ ചിന്തകളെ, പ്രത്യേകിച്ച് നെഗറ്റീവ് ചിന്തകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്തകളാണോ? ഞാൻ നാളെ പൊട്ടും, ഞാൻ നാളെ പരീക്ഷയിൽ തോക്കും, ഞാൻ ഫിസിക്സ് പഠിച്ചിട്ട് കാര്യമില്ല, മാത്സിലെ ന്യൂമറിക്കൽസ് വന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്തകളൊക്കെ റിയലിസ്റ്റിക് ആണോ എന്നുള്ള ഇവാലുവേറ്റ് ചെയ്യുക. അതിനെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്തകൾ വെച്ചിട്ട് നിങ്ങൾ റിപ്ലേസ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ ബിഹേവിയർ മെല്ലെ ചേഞ്ച് ചെയ്യാൻ നടക്കും. രണ്ടാമത്തെ ആസ്പെക്ട്, ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 5 മിനിറ്റ് റൂളോ അല്ലെങ്കിൽ 10 മിനിറ്റ് റൂളോ പോലത്തെ സിമ്പിൾ റൂൾസ് ഉപയോഗിക്കുക. എന്നിട്ട് ആക്ഷൻ ചെയ്തു തുടങ്ങുക. ആക്ഷൻ ചെയ്തിട്ട് ആ ബിഹേവിയർ ആയിരിക്കും നിങ്ങളുടെ തോട്ട്സിനെ, പിന്നീടുള്ള തോട്ട്സിനെ എഫക്റ്റ് ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. ആൻഡ് ലാസ്റ്റ് ഞാൻ പറഞ്ഞ സിമ്പിളായിട്ടുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നീക്സും കൂടി പ്രാക്ടീസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഈ പഠന ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും ഒരു മാറ്റം, അത് എത്രത്തോളം മാറ്റം എന്നുള്ള കാര്യം ഓരോ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യും, ഓരോ ആൾക്കാർ എത്രത്തോളം ലെവലിലാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ എന്തായാലും ഒരു പോസിറ്റീവ് മാറ്റം നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ പഠനത്തിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു പക്ഷേ ഒരു 10-15% മാർക്ക് നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് കൂട്ടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റെങ്കിലും ഇടുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയറും ചെയ്യുക, ലൈക്കും ചെയ്യുക. അത്രേ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.